ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ B6 മോഡൽ വണ്ടിയാണ്. നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് ചെയ്തിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം, പിന്നെ ക്ലച്ച് ചെക്ക് ചെയ്യുക. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്കിലത്തെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ തെളിയുണ്ടായില്ല, അതിൻ്റെ ബൾബ് പോയി കിടക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. ക്ലച്ചിൻ്റെ ഭാഗം ഒരു അല്പം കുറവുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതല്ലാണ്ട് വേറെ പ്രോബ്ലം തോന്നിയിട്ടില്ല. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടിയിട്ടോ. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ബാക്കിലെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. കമ്പനി ലൈനർ കിടക്കണേ, ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ സ്പോക്കറ്റിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്തായാലും വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഹബിനും വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. നിലവിൽ ബാക്ക് ഷോക്കിൻ്റെ ആക്ഷനൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നും കാണിക്കില്ല. ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. എഞ്ചിൻ ഓയിൽ മാറുന്ന ടൈം ആയിട്ടുണ്ട്, അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ റൈറ്റ് സൈഡ് കേബിളാണ് കംപ്ലയിൻറ്റ് കാണിച്ചത്. അപ്പോൾ നമുക്ക് ആ കേബിളൊന്ന് കൈയോടെ മാറ്റി കളഞ്ഞേക്കാം. ഇതല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓടുന്നതോറും അത് പിന്നീട് ടൈറ്റ് വരാനാണ്, തള്ളണ സമയത്ത് പോലും ടൈറ്റ് വരാൻ സാധ്യതയുണ്ട്. കോമ്പി ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ ഔട്ടർ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അത് മാറ്റണമെന്നില്ല. അത് വേറെ പ്രോബ്ലം ഇപ്പോൾ കാണിക്കുന്നില്ല. നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ കേസ് ഓക്കെ ആയിക്കോളും. പിന്നെ ഫ്രണ്ട് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്തു, ടയറിൻ്റെ കണ്ടീഷൻ നോക്കിയായിരുന്നു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഷോക്കിൻ്റെ ആക്ഷനും വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. കോൺസെപ്റ്റ് ചെറിയൊരു ലൂസ് പോലെ തോന്നുന്നുണ്ട്, അത് നമുക്ക് തൽക്കാലം ഒന്ന് സെറ്റ് ചെയ്തിടാം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂടുതൽ പ്ലഗും മാറ്റണം. നെക്സ്റ്റ് സർവീസിൽ മിക്കവാറും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട്, ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കണ ബാറ്ററി. 2024 ബാറ്ററിയാണ് കേട്ടോ. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും നമുക്ക് 9.20 വരെ വന്നുണ്ട്. നിലവിൽ ഒരു അല്പം വോൾട്ട് കുറവ് കാണിക്കുന്നുണ്ട്, പക്ഷേ വേറെ പ്രോബ്ലം ഒന്നുമില്ല. നിലവിൽ ഉപയോഗിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോട്ടെ. ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക്. വാട്ടർ സർവീസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതടക്കം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആവും. കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റും വീഡിയോസൊക്കെ ഞാൻ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കാം കേട്ടോ.